JBL ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നല്ല ഓറഞ്ച് നിറത്തിലുള്ള ഒരു ഡയഫ്രം, സ്പീക്കറിൻ്റെ ഡയഫ്രം ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് അല്ലേ. കാരണം അത്രമാത്രം ബേസിന് പ്രാധാന്യമുള്ള ഒരു ബ്രാൻഡ് നമ്മുടെ മൈൻഡിൽ ഉറച്ചു നിൽക്കുന്ന ബ്രാൻഡാണ് JBL. ആ JBLൻ്റെ ഒരു പാർട്ടി സ്പീക്കർ റിവ്യൂ ചെയ്യാമോ പലപ്പോഴും ധാരാളം ഫോളോവേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് JBLൻ്റെ ഒരു പാർട്ടി സ്പീക്കർ പാർട്ടി ബോക്സ് 310 എന്ന മോഡൽ ഇവിടെ പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇത് പരിചയപ്പെടുന്നതിന് മുന്നേ മറ്റൊരു സന്തോഷമുള്ള കാര്യം പറയാം നിങ്ങൾക്ക്, അതായത് JBL ഫാൻസിന്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, JBLൻ്റെ 42ഓളം പ്രൊഡക്റ്റുകൾ വൻ ഡിസ്കൗണ്ടിൽ ലഭിക്കും. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് വാങ്ങണം അല്ലെങ്കിൽ 1000 രൂപയായിരിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏതൊരു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടും JBLൻ്റെ 42ഓളം പ്രൊഡക്റ്റുകൾ നല്ല ഡിസ്കൗണ്ടിൽ നേടാം. അതും ഇതിനെത്ര ഡിസ്കൗണ്ട് കിട്ടിയേക്കണമെന്ന് വില പറയാൻ പറ്റുമോ? അതായത് 35,000 രൂപ വില വരുന്ന പാർട്ടി സ്പീക്കറാണിത്. ഇതിന് 5,000 രൂപയ്ക്കടുത്താണ് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പല പ്രൊഡക്റ്റുകൾക്കും വൺ ഡിസ്കൗണ്ട് JBLൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കിട്ടും. അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ എങ്ങനെയാണ് ഡിസ്കൗണ്ട് കിട്ടണമെന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നാളത്തേക്കുള്ളൊരു ഓഫറാണ്. നിങ്ങൾ എന്തായാലും പെട്ടെന്ന് എടുത്തോ. നമുക്ക് 1000 2000 എന്നല്ല 5,000 രൂപയൊക്കെയാണ് ഇതുപോലത്തെ ഒരു സ്പീക്കറിന് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയേക്കണം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ചിലപ്പോൾ 1000 രൂപ 1500 രൂപയൊക്കെ ആയിരിക്കും ഡിസ്കൗണ്ട് കിട്ടുന്നത്. അതിന് നമ്മൾ ഏതെങ്കിലുമൊക്കെ നിശ്ചിത ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ അതൊന്നുമില്ല, ഏത് പേയ്മെൻറ്റ് മെത്തേഡിലൂടെയും കിട്ടും ഇത്രയും നല്ല ഡിസ്കൗണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെ കിട്ടുമെന്ന് ഉറപ്പിക്കാം. അതിനോടൊപ്പം സർവീസും എല്ലാം നമുക്ക് നല്ല രീതിയിൽ കിട്ടും ആ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ ആകുമ്പോൾ. അപ്പോൾ അതാണ് മറ്റൊരു മേന്മ. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇവിടെ ഞാൻ കാണിക്കുന്ന രീതിയിൽ 42ഓളം പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കും. എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഓഫറില്ല, ഈ 42 പ്രൊഡക്റ്റുകൾക്കാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ലോഡ് മോർ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മറ്റ് പ്രൊഡക്റ്റുകൾ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് സൗണ്ട് ബാറുകളുണ്ട്. JBLൻ്റെ സിനിമ എന്ന് പറയുന്ന മോഡൽ സൗണ്ട് ബാറുകൾ പലർക്കും ആവശ്യമുള്ളൊരു സാധനമാണ്. അതുപോലെ പാർട്ടി സ്പീക്കർ, ഹെഡ്ഫോൺ, ധാരാളം സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പേജ് വരുമ്പോൾ അതിൽ താഴെയായിട്ട് നിങ്ങളുടെ പിൻ കോഡ് എൻ്റർ ചെയ്യുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനിലേക്ക് ഡെലിവറി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് അമർത്തി കഴിയുമ്പോൾ ഡെലിവറി ഉണ്ടെങ്കിൽ അത് കാണിക്കും, എത്രാം തീയതി കിട്ടുമെന്ന് വരെ അവിടെ കാണിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് താഴെ ആഡ് ടു കാർട്ട് കൊടുക്കാം. അപ്പോൾ ആഡ് ടു കാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്കത് ഒന്നും കൂടി ഒരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. ജസ്റ്റ് അതിൽ വ്യൂ കാർട്ട് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ പ്രസ് ചെയ്യുക. ഇനി വരുന്ന പേജിൽ ഷോപ്പിംഗ് കാർട്ടിൽ താഴെയായിട്ട് നമുക്ക് പ്രൊമോ കോഡ് എൻ്റർ ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ പ്രൊമോ കോഡ് എന്ന ഭാഗത്ത് ഞാനിവിടെ കാണിക്കുന്ന ഈ കോഡില്ലേ അത് ക്യാപിറ്റൽ ലെറ്ററിൽ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം, പറ്റുമെങ്കിൽ കോപ്പി ചെയ്താൽ മതി. ഇത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ത് INTLSIBIWEV15 ഇതാണ് കോഡ്. അപ്പോൾ ആ കോഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ഒരു ആരോ ഉണ്ട്, ജസ്റ്റ് വേണമെങ്കിൽ അത് പ്രസ് ചെയ്യാം, അല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക് അത് അപ്ലൈ ആവും. അപ്പോൾ നോക്കിയാൽ അറിയാം 34,999 ഈ ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ആ ഒരു കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 29,749 ആയിട്ട് ചുരുങ്ങി കഴിഞ്ഞു. ഇനി താഴെ നമുക്ക് ചെക്കൗട്ട് അമർത്താം. ചെക്കൗട്ട് അമർത്തിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ അഡ്രസ്സ് വയ്ക്കും. അപ്പോൾ ആ അഡ്രസ്സൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് താഴെ ഇതുപോലെ ഒരു പാസ്വേഡ് വയ്ക്കുന്നുണ്ട്. അതായത് JBL ഒരു അക്കൗണ്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അയച്ചു കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊറിയർ ട്രാക്ക് ചെയ്യാനും അതുപോലെ പിന്നീട് ഇതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങളവിടെ ഒരു പാസ്വേഡ് ഇഷ്ടമുള്ളത് കൊടുത്തേക്കുക, റീ എൻ്റർ ചെയ്യുക പാസ്വേഡ്. താഴെ നമ്മൾ കണ്ടിന്യൂ അമർത്തുക. കണ്ടിന്യൂ അമർത്തിയതിന് ശേഷം അടുത്തത് ഇവിടെ കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് കാണിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. നിങ്ങളുടെ ഡിസ്കൗണ്ട് ഒന്നും നഷ്ടപ്പെടില്ല. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഏത് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ആ പേയ്മെൻറ്റ് മെത്തേഡുകളിലും എന്തൊക്കെ ഓഫറുകളുണ്ട് പലതിനും. അപ്പോൾ അതും കൂടി ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അത് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇത്രേ ചെയ്യാനുള്ളൂ. 42ഓളം JBL പ്രൊഡക്റ്റുകളാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട JBL പ്രൊഡക്റ്റുകളാണ് ഇവിടെ വൺ ഡിസ്കൗണ്ടിൽ കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് JBLൻ്റെ പാർട്ടി ബോക്സ് 310 ആണ്. ഇത് ഈ അടുത്ത് ഇറങ്ങിയൊരു മോഡലല്ല, നല്ല പ്രചാരത്തിലായൊരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ തന്നെ നമ്മളിവിടെ തിരഞ്ഞെടുത്തത്. കാരണം നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസിൽ കിട്ടുന്ന നല്ലൊരു പാർട്ടി സ്പീക്കർ. അപ്പോൾ എന്തായാലും നല്ലതെന്ന് ഞാനിങ്ങനെ തള്ളി പറയല്ല, നമുക്കിതൊന്ന് വെച്ച് നോക്കാം. അതുപോലെ എന്തൊക്കെയാണ് ഇതിന് പ്രത്യേകത എന്ന് മനസ്സിലാക്കാം. വളരെ ഹാർഡായ ബോഡിയാണ് ഈ ഒരു സ്പീക്കർ ബോക്സിനുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കനവുമുണ്ട്. അതായത് 17.42 കിലോഗ്രാം. 6.5 ഇഞ്ചിൻ്റെ 2 വൂഫറുകളും 2.5 ഇഞ്ചിൻ്റെ 2 ട്വീറ്ററുകളുമാണ് ഇതിലുള്ള ഡ്രൈവേഴ്സ്. 45 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി റെസ്പോൺസുള്ള ഇതിൻ്റെ മുകളിലായിട്ട്
നമുക്ക് ഇത്തരത്തിൽ കൺട്രോൾ പാനൽ കാണാം. ഇവിടെ ഈ ഭാഗത്ത് മൊബൈൽ വയ്ക്കാം. ഇവിടെ ട്രോളിയുടെ ഹാൻഡിലുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് ഉയർത്താം. ട്രോളി ഉള്ളതുകൊണ്ട് എവിടെയും അനായാസേന കൊണ്ടു നടക്കാം. ഇനി പുറകു സൈഡിൽ നോക്കിയാൽ എയർ വെൻറ്റ് കൂടാതെ ഒരു ഹാർഡ് റബ്ബർ ഫ്ലാപ്പ് ഉണ്ട്. അത് തുറന്നാൽ മൈക്രോഫോൺ, ഗിറ്റാർ എന്നിവ കണക്ട് ചെയ്യാനും ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനും വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുമുള്ള കൺട്രോൾസും USB പോർട്ടും മറ്റൊരു സെയിം സ്പീക്കർ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തിട്ട് ട്രൂ വയർലെസ് സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാനുള്ള സ്വിച്ചും ഓക്സ് ഇൻ 12 വോൾട്ട് DC ഇൻപുട്ട്, കൂടുതൽ സ്പീക്കറുകൾ ഉണ്ടെങ്കിൽ പരസ്പരം കണക്ട് ചെയ്യാനുള്ള ഡെയ്സി ചെയിൻ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നിവയും കാണാം. ഏറ്റവും താഴെയായിട്ട് AC പവർ കോഡിൻ്റെ പോർട്ടുമുണ്ട്. ഈ കൺട്രോൾ പാനലിൽ ഇടതുവശത്തായിട്ട് വോളിയം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനുള്ള സ്വിച്ചുകളും പ്ലേ ചെയ്യുന്നതിനുള്ള സ്വിച്ചും ബേസ് ബൂസ്റ്റ് മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചും കാണാം. വലതുവശത്തായിട്ട് ബ്ലൂടൂത്ത് പെയർ സ്വിച്ച്, പവർ സ്വിച്ച്, ലൈറ്റ് മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് എന്നിവ കാണാം. സെൻട്രലായിട്ട് മൈക്രോഫോണിൻ്റെ ബേസ്, ട്രബിള്, എക്കോ എന്നിവ കസ്റ്റമൈസ് ചെയ്യാനുള്ള സ്വിച്ചുകളും 3 DJ പ്രീസെറ്റ് സൗണ്ട് പ്ലേ ചെയ്യാനുള്ള സ്വിച്ചുകളും ഇൻപുട്ട് സെലക്ഷനുള്ള സ്വിച്ചും കാണാം. മൈക്രോഫോൺ കണക്ട് ചെയ്താൽ മാത്രം ഈ ബേസ് ട്രബിൾ സ്വിച്ചിലൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ലൈറ്റുകളും ഇതുപോലെ കാണാം. JBLൻ്റെ ഈ ഒരു പാർട്ടി ബോക്സിന് 240 വാട്ട് RMS ഔട്ട്പുട്ടാണുള്ളത്. നമുക്ക് 18 മണിക്കൂർ ബാറ്ററിയിൽ ഇത് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. ഇത് കൂടാതെ നമുക്ക് പവറിലും വർക്ക് ചെയ്യിക്കാം. അങ്ങനെ 2 രീതിയിൽ നമുക്കിത് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ എന്തായാലും 1-2 പാട്ടുകളുടെയൊക്കെ ചെറിയൊരു ബൈറ്റ് ഞാൻ വെച്ച് ഏൽപ്പിച്ചു തരാം. കാരണം ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ സൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇയർഫോണിലൂടെ ആസ്വദിക്കാനൊന്നും പറ്റില്ല. എന്നാലും ഇതിന് ട്രബിൾ കൂടുതലാണോ, ബേസ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ വോളിയം വളരെ കുറച്ചാണ് വെച്ചേക്കണത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. അതായത് ബേസ് നല്ല വെയിറ്റ് ഉള്ളത് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ ചില സിസ്റ്റംസ്, ചില ബ്രാൻഡുകളുടെയൊക്കെ പ്രൊഡക്റ്റുകളിൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുഴക്കമായിരിക്കും ഉള്ളത്. പക്ഷേ ഇവിടെ JBLൻ്റെ പ്രൊഡക്റ്റിൽ, അതുപോലെ JBL പോലത്തെ ടോപ്പ് ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകളിൽ നല്ല വെയിറ്റ് ഉള്ളത്, ഒരു എന്താണ് പറയുന്നത്, ഒരു 50 കിലോൻ്റെ ഒരു ഇരുമ്പിൻ്റെ വെയിറ്റ് എടുത്തിട്ട് താഴ്ത്തിട്ടാനുള്ള രീതിയിലുള്ള ഒരു വെയിറ്റില്ലേ, ആ രീതിയിലുള്ളൊരു ഇടിയായിരിക്കും നമുക്കിവിടെ കിട്ടുക, അല്ലാണ്ട് മുഴക്കമല്ല. ഒപ്പം ഓഡിയോ നമുക്ക് നല്ല ക്രിസ്പായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. പിന്നെ നമുക്കൊന്ന് സൗണ്ട് കൂട്ടി നോക്കാം. ഈ സൗണ്ട് കൂട്ടുമ്പോൾ ബേസ് ഇവിടെ കുറയുന്നില്ല, അതുപോലെ തന്നെ സ്പീക്കർ പതറുന്നില്ല. അതായത് കൃത്യമായിട്ട് ആ ഒരു വോളിയത്തിനോടൊപ്പമുള്ള ഒരു ബേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചിലയിൽ അതും വ്യത്യാസപ്പെടാറുണ്ട്. അതായത് മുഴക്കം കൂടിയിട്ട് നമുക്ക് പാട്ട് തിരിയാറില്ല ചിലയിൽ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പ്രശ്നമില്ല. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ഓഡിയോ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പിന്നെ ട്രബിൾ ഒരു ഇത്തിരി കുറവായിരിക്കും, കാരണം ഇവിടെ ബേസിനാണ് പ്രാധാന്യം. പാർട്ടി സ്പീക്കറാണല്ലോ, ചിൽ എന്നുള്ള അടിക്കാൻ പ്രാധാന്യമില്ല. എന്നാൽ ഇവിടെ ചെറിയ ട്യൂട്ടറുണ്ട്. ഞാനിപ്പോൾ പകുതി ശബ്ദമാണ് വെച്ചേക്കണം. ആ പകുതി ശബ്ദം തന്നെ ഒരു വലിയ ഹാളിലേക്കുള്ള ഒരു ശബ്ദമുണ്ട്. ഈ ഒരു പാർട്ടി സ്പീക്കർ JBLൻ്റെ പാർട്ടി ബോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടെ ഇപ്പോൾ ഉള്ള RGB ലൈറ്റില്ലേ, അത് നമുക്ക് റോക്ക്, നിയോൺ, ക്ലബ്ബ്, ഫ്ലോ, അങ്ങനെ പല സ്റ്റൈലുകളിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ RGB ലൈറ്റ് കൂടാതെ ഇവിടെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ലൈറ്റുകൾ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഓൺ ഓഫ് ആക്കാം. അതൊക്കെ ആപ്ലിക്കേഷനിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്. ഇവിടെ മുകളിൽ കൺട്രോളിലുണ്ട്, പക്ഷേ അത്രയും കറക്റ്റായിട്ട് നടക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആ ലൈറ്റ് വേണോ അല്ലെങ്കിൽ RGB ലൈറ്റ് വേണോ, അത് രണ്ടും കൂടി വേണോ എന്നൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇഷ്ടമുള്ള കളറ് RGB ലൈറ്റിൽ, അതായത് 16 മില്യൺ കളേഴ്സിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ 3 ബാൻഡ് ഇക്വലൈസർ ഉണ്ട്, ബേസ്, ട്രബിൾ, മിഡ്. അത് 3 നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബേസ് ബൂസ്റ്റ്, അവിടെ നമുക്ക് കൺട്രോൾ പാനലിന് മുകളിലായിട്ട് ഒരു ബട്ടൺ കാണാം. അത് അമർത്തുമ്പോൾ നമുക്ക് 2 ലെവലിലുള്ള ബേസ് ബൂസ്റ്റ് ലഭിക്കും. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വെയിറ്റുള്ള ഒരു ബേസ്, രണ്ടാമത്തേത് കുറച്ച് മുഴക്കമുള്ളത്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൺട്രോൾ പാനലിന് മുകളിലായിട്ട് 3 DJ സൗണ്ടിൻ്റെ ബട്ടണുകളുണ്ട്. അതിൽ പ്രീസെറ്റായിട്ട് 3 കൊടുത്തിട്ടുണ്ടാവും. എല്ലാം ഈ സംഭവം. ഇനി ഇതേ സൗണ്ടുകൾ നമുക്ക് 9 ആപ്ലിക്കേഷനിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ആ 3 ബട്ടണുകളിൽ ഏത് സൗണ്ട് വേണമെന്ന് നമുക്കിവിടെ ആപ്ലിക്കേഷനിലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. റെഡി അല്ലേ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൈക്രോഫോൺ കമ്പനി പാക്കേജിൽ തരുന്നില്ല. അത് വേണമെങ്കിൽ വേറെ ക്യാഷ് കൊടുത്ത് വാങ്ങണം. അപ്പോൾ നമ്മൾ ഈ മൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മൈക്കിൻ്റെ ബേസ് അത് നമുക്ക് ആപ്ലിക്കേഷനിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ട്രബിൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ എക്കോയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കണ്ടോ? ഹലോ ടെസ്റ്റ്, ഹലോ ഹലോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഫീച്ചേഴ്സും ഔട്ട്പുട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലായല്ലോ. JBL എന്ന് പറയുന്നതിൻ്റെ ഒരു പാർട്ടി സ്പീക്കർ ഒന്നും ഞാൻ ശരിക്കും സൗണ്ട് കേൾപ്പിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല.
കാരണം നിങ്ങളിൽ ധാരാളം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇതൊരു പുതിയ സ്പീക്കറൊന്നുമല്ല, ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. നല്ല പ്രചാരത്തിലുള്ള ഒരു മോഡലാണ് 310 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് സെലക്ട് ചെയ്തത്. അത് മാത്രമല്ല ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ JBL ഒരു പ്രൊഡക്റ്റ് എടുക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. അതിന് പറ്റിയ ഏറ്റവും നല്ല ടൈമാണിത്. നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേ സെയിലോ ആ സമയത്തൊന്നും തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട് ലഭിക്കില്ല. ഇത് JBL ഒഫീഷ്യൽ സൈറ്റിൽ ലഭിക്കുന്ന ഓഫറാണ്. അത് ഇത്രയും വലിയ ഓഫർ, അതിനോടൊപ്പം നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എന്തായാലും അടിപൊളി സമയമാണ്. എന്തായാലും ഒരു JBL പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളവർ ഇപ്പോൾ തന്നെ പോയി വാങ്ങിക്കോ. പിന്നെ JBL പ്രൊഡക്റ്റ് നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത്, ഏതാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, റിവ്യൂ ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നത് ഏതാണ്, ഇതൊക്കെ ഒന്ന് വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ആയിട്ടിട്ടേക്ക്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.